വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടിക്ക് ഒരുങ്ങിയ ദിലീപ്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ദിലീപിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. മലക്കം മറിഞ്ഞ അടൂർ പ്രകാശ് മാധ്യമങ്ങൾ നൽകിയത് ഒരു വശം മാത്രം. താനെന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് വിശദീകരണം. വിധിയിൽ തൃപ്തിയല്ലെന്ന് ഉമാ തോമസ് MLA. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് കെ മുരളീധരൻ. അന്തിമ വിധിയല്ലെന്ന് VD സതീശൻ. ഗൂഢാലോചനയിൽ ആരെയെങ്കിലും പ്രതി ചേർക്കണമെന്ന് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരോപിതരെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നത് സ്വാഭാവിക നടപടിയെന്ന് ആസിഫ് അലി. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗികാതിക്രമം. സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെ കേസെടുത്തു. സംഭവത്തിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം. ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വിധി എഴുതുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ. ആദ്യ മണിക്കൂറിൽ മികച്ച പോളിംഗ്. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. ഐതിഹാസിക തിരിച്ചുവരവ് UDF-നുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സതീശൻ. LDF-ന് അഭിമാനോജ്വല നേട്ടമുണ്ടാകുമെന്ന് മന്ത്രി P. പ്രസാദ്. BJP തിരുവനന്തപുരം പിടിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ IFFK സ്ക്രീനിങ്ങിനിടെ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. IFFK സ്ക്രീനിങ്ങിനിടെ ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പരാതിയിൽ പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. PT കുഞ്ഞു മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്തും. രജീഷ് നരക്കുനിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും സംശയാസ്പദമായി അല്ലെങ്കിൽ ഈ പരാതിക്ക് തെളിവാകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആവണി, ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെയാണ് വനിതാ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതി കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിനുശേഷം വിശദമായ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. ഇതിനായി ഉടൻ തന്നെ പോലീസ് അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പരാതിക്കാരുടെ മൊഴി വിശദമായി എടുക്കും. കൂടാതെ തന്നെ ഇതിനോടൊപ്പം തന്നെ പരാതിയിൽ പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. PT കുഞ്ഞു മുഹമ്മദിന്റെ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. മുൻ MLA കൂടിയായ PT കുഞ്ഞു മുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള സിനിമകളുടെ സെലക്ഷനിനിടയിലാണ് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഈ ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 13-നാണ് ഈ വരുന്ന ഡിസംബർ 13-നാണ് 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി മലയാള ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം 6 നടന്നിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. IFFKക്കുള്ള സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു PT കുഞ്ഞു മുഹമ്മദ്. ഈ പരാതിക്കാരിയും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്ക്രീനിംഗ് തെരഞ്ഞെടുപ്പിന് ശേഷം തലസ്ഥാനത്ത് ഒരു ഹോട്ടലിലേക്ക് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നു. ഈ സ്ക്രീനിങ്ങിന് ശേഷം തിരിച്ചെത്തിയ സമയത്താണ് കുഞ്ഞു മുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ്
കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി പരാതിക്കാരുടെ വിശദ മൊഴി അടക്കം രേഖപ്പെടുത്തും. ഒപ്പം തന്നെ കുഞ്ഞു മുഹമ്മദും ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു മുഹമ്മദിന്റെ മൊഴിയും പോലീസ് സംഘം എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പരാതി പൂർണ്ണമായി രജീഷ് നരക്കുനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആക്ടിവിസ്റ്റായ ദിവ്യ ദിവാകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിവ്യ, ഈ കേസിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ മാസമാണ് നടക്കുന്നത്. ഈ IFFKയുടെ സ്ക്രീനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിരവധിയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയൊക്കെ വന്നതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പുതിയൊരു കേസ് കൂടെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതെ, ഇത് ഒരു തുടർക്കഥയായിട്ട് ഇങ്ങനെ കാലങ്ങളായല്ലോ. നമ്മളിപ്പം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവാദമായ സമയത്തൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ നമ്മൾ അറിയപ്പെടുന്ന സംവിധായകരും നടന്മാരും ഒക്കെ എന്തായിരുന്നു എന്നുള്ള അവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ, പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം അവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ വലിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ്. ജയസൂര്യ, മുകേഷിന്റെ പിന്നെ ഓൾറെഡി നമുക്കറിയാം. അതുപോലെ തന്നെ ഈവൻ ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകനെതിരെ പോലും ആരോപണങ്ങൾ ഉണ്ടായി. അപ്പം ഇത് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആ സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിജീവിതമാർക്കാണെങ്കിൽ പോലും ഈ സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും ഇതേപോലെ ഇതിന്റെ വിധി എന്താകും, ഭാവിയിൽ മുന്നോട്ട് പോയാലും തങ്ങളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാവും എന്ന് ഭയന്നത് കൊണ്ട് അതിജീവിതമാരും പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നത് കുറെ കൂടി ധൈര്യം ഈ സിനിമയിലുള്ള ക്രിമിനലുകൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് തോന്നുന്നു. എന്ത് അതിക്രമം വേണമെങ്കിൽ ആരുടെ മേലും കാണിക്കാമെന്ന് ഉള്ളൊരു ധൈര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സ്ത്രീകളും കൂടുതൽ കരുത്തരായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഇന്നലത്തെ വിധി, ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നിട്ടും ഇപ്പുറത്തെ പക്ഷത്ത് നോക്കൂ, സാധാരണ ജനങ്ങൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ദിലീപ് ജനങ്ങളുടെ മനസ്സിൽ അയാൾ ഇപ്പൊ ഒരിക്കലും കുറ്റവിമുക്തനായിട്ടില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള രോഷമാണ് അയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും അയാളുടെ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ പോലും ഇപ്പൊ പറയാണ്, നാളെ മുതൽ ഞാൻ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പോവാണ്. നമ്മളൊക്കെ പണ്ടേ ബഹിഷ്കരിച്ചു, അത് വേറെ കാര്യം. അപ്പം പറയുന്ന ഒരു പുരുഷന്മാർക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന വിധികളും സമീപനങ്ങളും ഉണ്ടാകുമ്പോൾ പോലും ഇപ്പുറത്ത് സാധാരണ മനുഷ്യർ, സാധാരണ സ്ത്രീകൾ ഒക്കെ കൂടുതൽ വാശിയോടുകൂടി ഇതിനുള്ളൊരു ഫൈറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഈ PT കുഞ്ഞുമോഹനെതിരെ ഉണ്ടായിട്ടുള്ള ഇതുപോലും കൂടുതൽ അന്വേഷണത്തിലേക്ക് നമുക്കതിന്റെ സത്യാവസ്ഥകൾ കൂടുതൽ പരിശോധിക്കണം. പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വാട്ടെവർ അവരുടെ റൂമിലേക്ക് കയറി ചെന്ന് അവരെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. എന്തു തന്നെയായാലും ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടുക തന്നെയാന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഒരാളും ഒരിക്കലും വെറുതെ അങ്ങനെ ഒരു ആരോപണം പറയില്ലല്ലോ ഒരു സ്ത്രീയും. പ്രത്യേകിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവരും ചലച്ചിത്ര മേഖലയിലാണ്, ഈ സംവിധാനം ചലച്ചിത്ര മേഖലയിലുള്ളതാണ്, അവര് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മേഖലയിൽ. അപ്പോ ഇങ്ങനെ ഒരു വിവാദം തുടക്കത്തിൽ ഉണ്ടാക്കാനൊന്നും ആരും ആഗ്രഹിക്കില്ല. ഒരു പ്രശ്നവും ഉണ്ടാകാതെ വെറുതെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ പറയാമെന്നൊന്നും ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വിഷയം ഗൗരവമായി തന്നെ പരിഗണിച്ചുകൊണ്ട് അവർ നേരിട്ട അതിക്രമം എന്താണ് എന്നുള്ളത് തന്നെ വിശദമായ അന്വേഷണം വേണം. അവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, തീർച്ചയായും ഈ പുരുഷന്മാർക്ക് ഈ ഒരു മേഖലയിൽ ലഭിക്കുന്ന ഒരു പ്രാതിനിധ്യം അത് വളരെ വലുതാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ FFKയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ ഈ ഒരു വിഷയം അങ്ങ് മാറി മറിയുമ്പോൾ ജനങ്ങളെല്ലാം മറക്കുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു കരുതൽ. എന്നാൽ അങ്ങനെയല്ലല്ലോ, സമൂഹം എല്ലാം നോക്കി കാണുകയല്ലേ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സമൂഹം കൂടുതൽ ഇപ്പുറത്തെ വശത്ത് അവരെത്രത്തോളം കോടതിയെ വിലക്കെടുത്തുകൊണ്ടും ഈ പറഞ്ഞ സംഘടനകളെ, സിനിമാ സംഘടനകളെ വിലക്കെടുത്തുകൊണ്ടും അവരെങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് സാധാരണക്കാരായ മനുഷ്യർ, നീതിബോധമുള്ള ജനങ്ങൾ, അവരും കൂടുതൽ കരുത്തരായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ശക്തമായിട്ടാണ്. ഇതുവരെ ദിലീപിനോട് കുറച്ച് മയത്തിൽ നിന്ന ആൾക്കാർ പോലും ഇപ്പൊ ദിലീപിനോട് ഭയങ്കര രൂക്ഷമായൊരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കമന്റുകൾ നോക്കൂ. ജഡ്ജിക്കെതിരെ പോലും, ഈ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പോലും സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അത് ധാർമ്മിക രോഷമാണ്, ജനങ്ങളെ സ്വാഭാവികമായിട്ട് വരുന്നൊരു ധാർമ്മിക രോഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് വിചാരിക്കുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ എന്താണ് 1000 കുളത്തിന്റെ വായ പൊത്തിക്കെട്ടാനൊന്നും പറ്റില്ല, ജനങ്ങളുടെ വായടക്കാനൊന്നും പറ്റില്ല, ജനങ്ങളുടെ മനസാക്ഷിയെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ഇവർക്ക് വേണമെങ്കിൽ ജഡ്ജിമാരെ വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും, സംഘടനാ നേതാക്കന്മാരെ വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും, സിനിമാ ഫീൽഡിലുള്ള പലരെയും വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ സാധാരണ ജനങ്ങളെ എടുക്കാൻ ഇവർക്ക് ഒരിക്കലും പറ്റും എന്ന് തന്നെയായിരിക്കും ആത്യന്തികമായിട്ട് വിജയിക്കുക. എല്ലാ മൂവ്മെന്റുകളും മീറ്റു എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങി വെച്ചത് ഹോളിവുഡിലാണ്. പക്ഷെ അത് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഭാഗത്തുനിന്നും സ്ത്രീകൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാറ്റത്തിനും അതിൻ്റെതായ സമയമുണ്ട്, സംശയമൊന്നുമില്ല. ആ സമയമെടുക്കും കൂടുതൽ ഇത് ശക്തമാവാനും ഇനിയും കൂടുതൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്ന കാലം വരാനും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനൊക്കെ ഈ കർമ്മം ചെയ്തവർ എന്നായാലും, ഇത്ര നീചകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായാലും അവർ തിരിച്ചടി നേരിടുക തന്നെ ചെയ്യും. അത്തരം ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള പോസിറ്റീവ് മനോഭാവമാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കണം. ഇന്നലെ ഈ സംവിധായകനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കും സമൂഹത്തിന്റെ പിന്തുണ അതുപോലെ തന്നെ നമ്മൾ ആക്രമിക്കപ്പെട്ട നടിക്ക് കൊടുക്കുന്ന പിന്തുണ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്തുണ കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കൂടുതൽ അന്വേഷണവും ആ വിഷയത്തിൽ ആവശ്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ദിവ്യ ദിവാകർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. PT കുഞ്ഞ് മുഹമ്മദിനെതിരെയാണ് വനിതാ ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയിട്ടുള്ളത്. ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. നിലവിൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഈ ചലച്ചിത്ര പ്രവർത്തക കുഞ്ഞ് മുഹമ്മദിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഈ പരാതിയിൽ പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. IFFK സ്ക്രീനിങ്ങിനിടെ ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി PT കുഞ്ഞ് മുഹമ്മദ് പെരുമാറി എന്നുള്ളതാണ് ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. മുൻ MLA കൂടിയായ PT കുഞ്ഞ് മുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമത്തിനാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ എന്നാൽ അതേസമയം ഈ അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും കുഞ്ഞ് മുഹമ്മദ് പ്രതികരിച്ചിട്ടുണ്ട്. ഡിസംബർ 13-നാണ് ഈ IFFK ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചലച്ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനിടെ കഴിഞ്ഞ മാസം 6-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. IFFKയിലേക്കുള്ള മലയാള സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനാണ് PT കുഞ്ഞ് മുഹമ്മദ്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം തന്നെ നടക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ, ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. PT കുഞ്ഞ് മുഹമ്മദിന്റെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പരാതിക്കാരുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. ശക്തമായ ഒരു അന്വേഷണം തന്നെ ഈ വിഷയത്തിലുണ്ടാകും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ കുറച്ചധികം നാളുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നും ഇത്തരമൊരു സംഭവം കൂടെ വരുന്നത്. അതും IFFKയുടെ സ്ക്രീനിങ്ങിനിടെയാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ചലച്ചിത്ര സംവിധായകനായ PT കുഞ്ഞ് മുഹമ്മദ് മുൻ MLA കൂടെയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെതിരെ ഉള്ള ലൈംഗികാതിക്രമ കേസിൽ അല്ലെ നടിയെ ആക്രമിച്ച ഈ കേസിൽ വിധി വരുന്നത്. ദിലീപിനെ വെറുതെ വിട്ടതിൽ ഒരു ജനരോഷം ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചലച്ചിത്ര സംവിധായകനായ PT കുഞ്ഞ് മുഹമ്മദിനെതിരെ കൂടെ ഒരു ചലച്ചിത്ര പ്രവർത്തക ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ശക്തമായ അന്വേഷണം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മുൻ MLA കൂടെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ലല്ലോ, അയാൾ CPM-ന്റെ MLA അല്ലേ, CPM-ന്റെ മുൻ MLA അല്ലേ, CPM-ന്റെ നോമിനി ആയിട്ടാണല്ലോ ചലച്ചിത്ര അക്കാദമിയിൽ അയാൾ ഉണ്ടായിരുന്നത്. CPM-ന്റെ പരിണിതപ്രജ്ഞനായ നേതാവാണല്ലോ ആ സ്ഥലത്തെ. ഇപ്പൊ CPM നേതാവാണ്. മുൻ ചലച്ചിത്ര പ്രവർത്തകനെന്നോ സംവിധായകനെന്നോ ഒന്നും പറഞ്ഞ അയാളെ ഒരു ചെറിയ മാർജിനിലേക്ക്, ഒരു ബ്രാക്കറ്റിലേക്ക് ഒതുക്കി കിട്ടുന്നത് ശരിയല്ല. അയാൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MLA ആണ്. CPM-ന്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയിലും മറ്റുള്ള മേഖലകളിലും വന്നിട്ടുള്ള ആളാണ്. നോക്കൂ, സർക്കാരിന്റെ അധികാരം പിൻപറ്റി കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, അതിന്റെ അധികാരം എങ്ങനെയാണ് ശ്രീപീഡകർ ഉപയോഗിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയിൽ അയാളെ നോമിനേറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ IFFKയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാളെ വെക്കുന്നു. അപ്പൊ അവിടെ ഒരു സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകയ്ക്ക്, സിനിമ പ്രവർത്തകയ്ക്ക് അവരുടെ സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും അവാർഡോ മറ്റുള്ള കാര്യങ്ങളോ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ പ്രൊഡേറ്റർമാരുടെ മുമ്പിൽ വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ അത് ആരാണ് ഉണ്ടാക്കുന്നത്?
അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം അവർ നോമിനേറ്റ് ചെയ്തവരാണല്ലോ ഈ സെക്ഷൽ പ്രൊഡേറ്റേഴ്സായി അവിടെ മാറുന്നത്. അപ്പോ CPM എന്താണ് ഈ കാര്യത്തിൽ മാത്രം വലിയ നയമില്ലാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വലിയ വാശിയോടും വീറോടും കൂടി സംസാരിച്ചിരുന്നവരെ പലരെയും ഇപ്പോ കാണുന്നില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും സംസാരിച്ചിരുന്ന പല വിഷയങ്ങളിൽ നിന്നും തെന്നി മാറി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു നീതിയും കുഞ്ഞു മുഹമ്മദിന്റെ കാര്യത്തിൽ മറ്റൊരു നീതിയും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ കാര്യത്തിലും ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ മാറ്റി നിർത്തിയത്. അയാൾ അന്വേഷണം നേരിടട്ടെ എന്ന് തീരുമാനിക്കുന്നത്. CPM അത് ചെയ്യുന്നുണ്ടോ? തള്ളി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. CPM തള്ളി പറയുന്നില്ല എന്ന് മാത്രമല്ല, മാറ്റി നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, CPMന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവിധ അധികാരത്തിന്റെ എല്ലാവിധ സുഖശീലങ്ങളെയും ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് CPM തണലിൽ അദ്ദേഹം വളർന്നു വന്ന ആളാണ്. CPM തണലിലാണ് നിലവിൽ ഉള്ളതും. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് തേച്ചുവായിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിഷയത്തിൽ എന്തായാലും നമുക്കറിയാം, നേരത്തെ ഈ മുകേഷിന്റെ വിഷയമടക്കം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഈ PT കുഞ്ഞു മുഹമ്മദിന്റെ വിഷയവും തേഞ്ഞുമാഞ്ഞു പോകുമെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണോ താങ്കൾക്കുള്ളത്? കാരണം ഈ ഒരു വിഷയത്തിൽ CPM ഒരു നിലപാട് കൂടെ സ്വീകരിക്കില്ല എന്ന് തന്നെ കരുതുന്നുണ്ടോ? തീർച്ചയായും മുകേഷിന്റെ വിഷയത്തിൽ എങ്ങനെയാണോ ഇവർ ഇടപെട്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഈ വിഷയത്തിലും ഇവർ ഇടപെടുമെന്നതിൽ സംശയം വേണ്ട. CPMന്റെ എല്ലാവിധ പിന്തുണയും, കാര്യം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ CPMന്റെ പിന്തുണയിലുള്ളവരാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് CPMന്റെ ഈ പറയുന്ന ആളുടെ പിന്തുണ ഇല്ലാതെ ഭാവിയിലേക്ക് അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കാനോ മുമ്പോട്ട് പോകാനോ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നാളത്തെ അതിജീവനത്തെ മുമ്പോട്ട് പോകലിനെ ഇത് ബാധിക്കും. അപ്പൊ ഈ ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആൾക്ക് സ്വമേധയാ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ അവർക്ക് സിനിമാ ലോകം വിട്ടുപോകേണ്ടി വരും. അത്രമാത്രം വലിയൊരു കോക്കസ്, അത്രമാത്രം വലിയൊരു നെക്സസ് ആണ് CPM എല്ലാ മേഖലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും അതുണ്ട്. ഇപ്പൊ കുഞ്ഞു മുഹമ്മദിനെതിരായ പരാതി പിൻവലിച്ചില്ലെങ്കിൽ അവരുടെ സിനിമകൾ നാടകങ്ങളിൽ പ്രദർശിപ്പിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സൈലന്റ് ഹരാവോ ഈ മേഖലയിൽ ഉണ്ടാവും. അത് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് എല്ലാ മേഖലകളിലും CPMന്റെ ഒരു റൂട്ട് പെനിട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലത്ത്. അപ്പൊ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരായി സംസാരിക്കുന്ന ആരാണോ അവരെ എല്ലാം മാർജിനലൈസ് ചെയ്യുന്ന, സൈഡ് ലൈൻ ചെയ്യുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുക. അപ്പൊ ഈ പരാതിയിൽ ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്ന അതിജീവിത ഉണ്ടല്ലോ, ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല അവർക്ക് കൂടുതൽ ദൂരം ഈ പരാതിയുമായി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് ഞാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ വസന്ത് സിറിയക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. PT കുഞ്ഞു മുഹമ്മദിനെതിരെയാണ് ഇപ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തക പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ചലച്ചിത്ര സംവിധായകനാണ് PT കുഞ്ഞു മുഹമ്മദ്. അതുപോലെ തന്നെ മുൻ MLAയും കൂടെ, CPMന്റെ മുൻ MLAയും കൂടെയായിരുന്നു. ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ എന്തായാലും പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. പരാതിക്കാരുടെ മൊഴി വിശദമായി എടുക്കാൻ തന്നെയാണ് തീരുമാനം. പരാതിയിൽ പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോട്ടലിൽ എത്തിച്ച പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പരാതി. IFFK സ്ക്രീനിങ്ങിന് വേണ്ടി ആണ് ഈ പെൺകുട്ടി ഹോട്ടലിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്കിടെയാണ് ഈ അപമര്യാദയായി പെരുമാറിയതെന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും IFFKയിലേക്കുള്ള മലയാളം സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനാണ് PT കുഞ്ഞു മുഹമ്മദ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞു മുഹമ്മദിന്റെ മൊഴിയും പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബർ 13-നാണ് IFFK ആരംഭിക്കുന്നത്. ഈ കേസിനാണ് ഇതിനിടയ്ക്കാണ് ഈ മലയാളം ചലച്ചിത്രങ്ങളുടെ സ്ക്രീനിങ്ങിനിടയ്ക്കാണ് ഈ പെൺകുട്ടിയെ സ്ക്രീനിങ്ങിനിടയ്ക്കാണ് ഈ ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയെ അവിടേക്ക് വരുത്തുന്നതും അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്നതും. എന്തായാലും ഈ ആരോപണം PT കുഞ്ഞു മുഹമ്മദ് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും, എന്നാൽ വേണ്ടി വന്നാൽ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നും കുഞ്ഞു മുഹമ്മദ് പറയുകയാണ്. ഇടവേള. നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനമായാണ് ആചരിക്കുന്നത്. ക്യാൻസർ സാധ്യതകൾ, പ്രതിരോധം, മുൻകൂട്ടി കണ്ടെത്തുന്നതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പുകയില ഉപയോഗം, മോശം ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ്.
ദേശീയ ക്യാൻസർ അവബോധ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. 2014 അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ആദ്യമായി ഈ ദിനം അവതരിപ്പിച്ചത്. രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 8 ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ക്യാൻസറുകളിൽ പലതും നേരത്തെയുള്ള കണ്ടെത്തൽ വഴി തടയാൻ സാധിക്കുന്നതുമാണ്. പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സയ്ക്ക് സഹായിക്കും. ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറുകൾ സ്തനാർബുദം, ഗർഭാശയ അർബുദം, ഓറൽ ക്യാൻസർ, ശ്വാസകോശ അർബുദം തുടങ്ങിയവയാണ്. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ സ്തനത്തിലോ കക്ഷത്തിലോ മുഴ കാണപ്പെടുന്നതോ, സ്തനങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ചർമ്മത്തിലോ ഉള്ള മാറ്റങ്ങളോ, മുലക്കണ്ണിൽ നിന്നും വരുന്ന ഡിസ്ചാർജോ അർബുദത്തിന്റെ ലക്ഷണമായി കരുതണം. സെർവിക്കൽ ക്യാൻസർ ലക്ഷണത്തിൽ യോനിയിൽ അസാധാരണമായ രക്തസ്രാവവും അസാധാരണമായ ഡിസ്ചാർജും സംഭവിക്കും. വായിൽ അസാധാരണമായ മുറിവോ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ ഓറൽ ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം. കടുത്ത ചുമയും കഫത്തിൽ രക്തം കാണപ്പെടുന്നതും ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെതായി പരിശോധിക്കണം. കൃത്യമായി കണ്ടെത്തലിലൂടെയും പരിശോധനയിലൂടെയും ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാം. മുക്തനാക്കിയതിന് പിന്നാലെ തനിക്കെതിരായ ഗൂഢാലോചനയിൽ തുടർ നടപടിക്കൊരുങ്ങി നടൻ ദിലീപ്. കേസിൽ തന്നെ കുടുക്കാനായി നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് നടന്റെ ആവശ്യം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപിന്റെ വാദം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ദിലീപ് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന് സൂചന നൽകിയത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും സ്വന്തം നേട്ടങ്ങൾക്കായി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നുമാണ് ദിലീപ് ആരോപിച്ചത്. തെറ്റായ കേസിൽ ഗൂഢാലോചന നടത്തി തന്റെ ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി വേണം. കോടതിയിൽ നിന്നുള്ള വിധി പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ നിയമ നടപടിയിലേക്ക് കടക്കുവാനാണ് നടന്റെ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കുന്നതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിച്ചത് മുൻ ഭാര്യയായ മഞ്ജു വാര്യരാണെന്നും കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ ദിലീപ് ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിൽ ഇതുവരെയും നടി മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല. അതേസമയം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീലിനൊരുങ്ങുകയാണ് അതിജീവിത. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. രാഷ്ട്രീയ പ്രചാരണത്തിന് അടക്കം കാരണമായ കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രധാന വിധി പ്രസ്താവന നടന്നത്. സി മലയാളം ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വെറുതെ വിട്ട നടൻ ദിലീപിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി. നീതിയുക്തമായ കേസ് അന്വേഷണമാണ് പോലീസ് നടത്തിയത്. സർക്കാർ ഇന്നും നാളെയും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി പരിശോധിച്ചു വരികയാണെന്നും അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കണ്ണൂർ പ്രസ് ക്ലബ് തദ്ദേശം 25 തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഇന്നും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. UDF കൺവീനർ ദിലീപിന് നീതി കിട്ടിയെന്ന വിചിത്രമായ പ്രതികരണം നടത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തി. പോലീസുകാരിലെ ക്രിമിനലുകൾ തന്റെ കേസിൽ കൊടുക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിന്റെ പ്രതികരണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടായിരിക്കുന്നത്. അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഉണ്ടായിട്ടുള്ളത്. നീതിയുക്തമായാണ് പോലീസ് കേസ് അന്വേഷണം നടത്തിയത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നത്. അവരുടെ മുൻപിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ നടൻ ദിലീപിനെ പിന്തുണച്ച് നടത്തിയ പ്രസ്താവനയിൽ വെട്ടിലായതോടെ മലക്കമറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വിവാദ പരാമർശം. KPCC ഇടപെട്ടതോടെ താൻ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് നിലപാട് തിരുത്തി.
നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിക്ക് പിന്നാലെയാണ് ദിലീപിന് പിന്തുണയുമായി UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. വിധിയിൽ വ്യക്തിപരമായി സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അടൂർ പ്രകാശ് അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും വ്യക്തമാക്കി. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. പരാമർശം വിവാദമായി. രമേശ് ചെന്നിത്തലയും MM ഹസനും അടക്കമുള്ള നേതാക്കൾ UDF കൺവീനറെ തള്ളിപ്പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പാഞ്ഞ അടൂർ പ്രകാശ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നാലെ പരാമർശത്തിൽ U-ടേൺ. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്, കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ്. ഏത് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അനാവശ്യ വിവാദം വേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. വോട്ടെടുപ്പ് ദിനത്തിൽ നടത്തിയ വിവാദ പരാമർശത്തിൽ മുതിർന്ന നേതാക്കളടക്കം അതൃപ്തി രേഖപ്പെടുത്തിയതോടെയാണ് അടൂർ പ്രകാശിന് നിലപാട് മാറ്റേണ്ടി വന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ്. തദ്ദേശപ്പോര്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ് സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയത് 40.52% പോളിംഗ് ആണ്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 11,168 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് വരെ നീളും. രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രജീഷ്, ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണോ ഇപ്പോൾ സംസ്ഥാനത്ത് കാണുന്നത് ഈ 7 ജില്ലകളിൽ? അവണി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അടക്കം 7 ജില്ലകളിലാണ് ആദ്യഘട്ട പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 1 മണി വരെയുള്ള വിവരമനുസരിച്ച് 40% പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40.63 എന്ന ഒരു ശതമാനത്തിലാണ് നിലവിൽ പോളിംഗ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആ പോളിംഗ് നില ഉയരാനായിരിക്കും സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരുഷന്മാരാണ്. 42% പേരും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ 38% ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 125 ട്രാൻസ്ജെൻഡറിൽ 23 പേർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സംസ്ഥാന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നിലവിൽ 1 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അവിടെ 47.57, ഏകദേശം പകുതി വോട്ട് അവിടെ രേഖപ്പെടുത്തിയെന്ന് കൂടി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ 47.33% പോളിംഗും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം, ആലപ്പുഴ തൊട്ട് പിന്നാലെ 45.45% വോട്ട് രേഖപ്പെടുത്തിയ കൊല്ലമാണ് തൊട്ടു പുറകിലുള്ളത്. തിരുവനന്തപുരത്ത് 41.77% വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 44.43, കൊല്ലത്ത് 45.45%, ആലപ്പുഴയിൽ 47.33%, കോട്ടയത്ത് 45.4%, ഇടുക്കിയിൽ 43.6%, എറണാകുളത്ത് 47.57% എന്നിങ്ങനെയാണ് നിലവിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറിൽ പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആണ്. അത് ഇപ്പോൾ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 40% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഇന്നിപ്പോൾ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 40% പിന്നിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.